അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സ്വഹീഹ് മുസ്ലിമിൽ കാണാം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. പാവപ്പെട്ട മിസ്കീനത്തായ ഒരു പെണ്ണ് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. വളരെ പാവപ്പെട്ട ഒരു പെണ്ണ്. അവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. ആദ്യം പെൺകുട്ടി ജനിക്കുന്നത് ഒരു ബറക്കത്താണെന്നാണ്. മിൻ യുംനിൽ മർഅ, ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല സൗഭാഗ്യമാണ് ആദ്യം ജനിച്ച കുട്ടി പെണ്ണാവുക എന്ന് പറഞ്ഞത്. വലിയ സൗഭാഗ്യമാണ്. അത് കിട്ടിയവരുണ്ടാവും, കിട്ടാത്തവരുണ്ടാവും. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു അല്ലാഹു മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് ആദ്യം പറഞ്ഞത് പെൺകുട്ടികളെ കൊടുക്കുന്നതാണ്. പിന്നെ പറഞ്ഞു ആൺകുട്ടികളെ കൊടുക്കും. പിന്നെ പറഞ്ഞു ആണും പെണ്ണും കൊടുക്കും. പിന്നെ പറഞ്ഞു ചിലർക്ക് അല്ലാഹു കൊടുക്കില്ല. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞു. യഹബു ലിമൻ യശാഉ ഇനാസാ. വാസിലത്ത് ബിനുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, മിൻ യുംനിൽ മർഅ അൻ തലിദൽ ബിൻത അവ്വല. ഒരു പെണ്ണ് ആദ്യം ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ്. എന്തേ കാരണം? ഫഇന്നല്ലാഹ ബദഅ ബിഹാ, അല്ലാഹു മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞത് ആദ്യം പെൺകുട്ടിയെ കൊടുക്കുമെന്നല്ലേ. ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ്, രണ്ടാമത്തതും പെൺകുട്ടിയാണ്, മൂന്നാമത്തതും പെൺകുട്ടിയാണ്. എങ്കിൽ സ്വർഗത്തിന്റെ താക്കോൽ കൈ കിട്ടിയിട്ടുണ്ട്, പോയി തുറന്നാൽ മതി. സുബ്ഹാനല്ലാഹ്. അത് തൃപ്തിപ്പെടുകയും ആ മക്കളെ സ്നേഹത്തോടെ വളർത്തുകയും ചെയ്താൽ. പെണ്ണുങ്ങളെന്നെ ഫിത്ന ഉണ്ടാക്കുക. നമുക്ക് ആൺകുട്ടിയൊന്നും ഉണ്ടാവില്ലടി, നമുക്ക് എന്താ കുഴപ്പം? ചോദിക്കുന്നത് പെണ്ണാണ്, ചോദിക്കപ്പെടുന്നത് പെണ്ണാണ്, ജനിച്ചു കഴിഞ്ഞ കുട്ടിയും പെണ്ണാണ്. ഒരു വർഗസ്നേഹമില്ലാത്ത കൗമാണ് നമ്മുടെ പെണ്ണുങ്ങൾ. ചില അവർക്ക് അവരെ തന്നെ വേണ്ട. പെണ്ണാണോ എന്നുള്ള ചോദിക്കുന്നത് ആര്? ഒരു പെണ്ണ്. ഇതും പെണ്ണാ ചോദിക്കുന്ന പെണ്ണ്, ഈ പെണ്ണെന്നല്ലേ എന്നങ്ങോട്ട് ചോദിച്ചാൽ മതി. ഇതിന് മറുപടിയായിട്ട്. സുബ്ഹാനല്ലാഹ്. 3 പെൺമക്കളെ അല്ലാഹു ആർക്കെങ്കിലും നൽകുകയും ഫഅദ്ദബഹുന്ന, അവർക്ക് അച്ചടക്കം കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്താൽ കുന്ന ലഹു സിത്റൻ മിനന്നാർ, നരകത്തിൽ നിന്ന് അവർ കാവലാണെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ചോദിച്ചു, നബിയെ 2 കുട്ടിയാണെങ്കിലോ? 2 പെൺകുട്ടിയാണ്. 2ആണെങ്കിലും സഹാബി പറഞ്ഞു, 1ആണോ എന്ന് ചോദിച്ചാൽ നബി തങ്ങൾ 1ആണെങ്കിലും എന്ന് പറയുമെന്ന് ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ ചോദിച്ചില്ലായിരുന്നു. പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഹസനാത്തുൻ, നന്മകളാണ്. തുസാബൂന അലൈഹ, നന്മകൾക്ക് അല്ലാഹു കൂലി തരും. പെൺകുട്ടികൾ ഉമ്മയെ വാപ്പയെ സ്നേഹിക്കുന്ന പോലെ ആൺകുട്ടികൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ഓരോ ആ സ്നേഹത്തെ ക്യാമ്പസ് കൊടുത്തു പോരും വേറെ ഏതോ പെണ്ണിനെ. ഉമ്മനെ വാപ്പനെ സ്നേഹിക്കാൻ കഴിയില്ല. പെൺകുട്ടികൾ ഉമ്മയെ വാപ്പയെ നോക്കുന്ന പോലെ. അൻഖാ ഖുലൂബ, ഖൽബ് വളരെ ശുദ്ധമായിരിക്കുന്ന. എല്ലാത്തിലും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടാവും, അത് വേറെ വിഷയമാണ്. മുത്തനബി തങ്ങൾ പെൺകുട്ടികളെ വളർത്തുന്നവർക്ക് വലിയ കൂലിയാണ് കൊടുത്തത്. അവരെ വളർത്തുന്നവർക്ക് വലിയ പ്രതിഫലം. ഒരുപക്ഷേ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകൾക്കൊക്കെ പകരം അവരുടെ പെൺകുട്ടികളെ പോറ്റി വളർത്തുന്നത് കൊണ്ട് വലിയ കൂലി കൊടുത്തേക്കും. പെൺകുട്ടികൾ എന്നത് നന്മയാണ്, നന്മക്ക് കൂലിയുണ്ട്. അങ്ങനെ ശറഅ് പറയാം. ആൺകുട്ടികൾ എന്ന് പറയുന്നത് നിഅമത്തുൻ, അനുഗ്രഹമാണ്. തുസ്അലൂന അൻഹാ, ആ അനുഗ്രഹത്തെക്കുറിച്ച് അല്ലാഹു ചോദിക്കും. എത്ര ആൺമക്കൾ ഉണ്ടായിട്ട് എത്ര പേർക്ക് നീ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്? എല്ലാരും ബിസിനസ്മാൻ ആർക്കിക്കൊണ്ട് എല്ലാരും BBA-യും MBA ഒക്കെ കഴിഞ്ഞു അല്ലേ? ആർക്കെങ്കിലും ഹിഫ്ള് കൊടുത്തോ? ആരെങ്കിലും ഒരു കുട്ടിയെ ഹാനിമാക്കിയോ? നീ അല്ലാഹു ചോദിക്കും. അല്ലാഹു ചോദിക്കും. രണ്ടും കൂടെ കൊടുത്തോ? ദീൻ പഠിപ്പിച്ചോ എന്ന് ചോദിക്കും. നിഅമത്തുൻ തുസാബ്, നിഅമത്തുൻ തുസ്അലൂന അൻഹാ, ആൺകുട്ടികൾ നിഅമത്താണ്. നിഅമത്തിനെ പറ്റി അല്ലാഹു പറഞ്ഞു എന്താണ്? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിഅമത്തിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ട്. പെൺകുട്ടികൾ എന്നത് നന്മയാണ്, ഹസനത്തുകളാണ്. തുസാബൂന അലൈഹാ, അതിന് കൂലിയാണ്. ചോദ്യമല്ല, കൂലിയാണ്. പെൺകുട്ടിയെ വളർത്തിയില്ലേ? അൽഹംദുലില്ലാഹ്. അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലേ? അച്ചടക്കം കൊടുത്തില്ലേ? കൂലി കൊണ്ടുപോയിക്കോ എന്ന് പറയും. ആയിഷ ബീവി പറയാണ്, 2 പെൺകുട്ടികളെ കയ്യിൽ താങ്ങിപ്പിടിച്ച് ഒരു ഉമ്മ എന്റെ വീട്ടിലേക്ക് വന്നു. ആ ഉമ്മ മിസ്കീനത്തായ പെണ്ണായിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസുണ്ട്. യാ ഉമ്മൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവായവരെ. ആയിഷ ബീവിയെ വിളിക്കാം.
മാ ദഖല ബുതൂനനാ തുആമുൻ മുൻദു 3 അയ്യാം. 3 ദിവസമായിട്ട് എന്റെയോ എന്റെ 2 പെൺകുട്ടികളുടെയോ വയറ്റിലേക്ക് ഒരു ഭക്ഷണവും കടന്നിട്ടില്ല. ഭക്ഷണം വേണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫബഹ്തു ഫീ ബൈത്തിൻ നബിയ്യ, ഞാൻ അവിടെ ഇങ്ങനെ തപ്പി നോക്കുമ്പോ വീട്ടിൽ ഫലം അജിദ് ഇല്ലാ 3 തമറാത്തിൻ, 3 കാരക്കയല്ലാതെ മറ്റൊന്നും എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല വീട്ടിൽ നിന്ന്. എന്താണ് ആ വീടെന്ന് ആലോചിച്ച് നോക്കി. ഒരാൾ വന്ന് ചോദിക്കുക വല്ലതുണ്ടോ, പൈസ കെട്ടുണ്ടോന്നല്ലേ ചോദിക്കുന്നത്, ഭക്ഷണം ഉണ്ടോ? ഭക്ഷണം ഇല്ലെങ്കിൽ ഒരു ദീനാറോ ഒരു ദിർഹമോ കൊടുത്താൽ അവര് മതിവരോട് സന്തോഷിക്കും. ഒന്നും കൊടുക്കാനില്ല. 3 കാരക്ക കിട്ടി. എന്ന് പറയും മക്കയിൽ കാരക്ക ഉണ്ടാകുന്ന നാടല്ലേ മദീന, അതിനും പഞ്ഞമാണ് അവിടെ. 3 കാരക്ക, ഒരു പേക്ക് കിട്ടി, 3 കിലോ കിട്ടിയെന്നല്ലേ പറഞ്ഞു. 3 കാരക്ക, അത്രേ അതേ കിട്ടിയുള്ളൂ. എന്താണ് ആ ജീവിതമൊക്കെ? സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, ആഡംബരവും ആഡംബരത്തിന് മേൽ ആഡംബരവുമുള്ള കാലമാണിത്. നമ്മുടെ വീടുകളിലൊക്കെ എന്താ അനുഗ്രഹങ്ങൾ, എന്താണ് ഐശ്വര്യം, ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് നമ്മുടെ കല്യാണങ്ങളിൽ വിളമ്പി നശിപ്പിച്ച് കളയുന്നത്. ആൾക്കാരെ ഞെട്ടിക്കാനെ ഉണ്ടാക്കണം, മനുഷ്യന്മാർക്ക് തിന്നാനല്ല, ഞെട്ടിക്കാൻ. ആടിനെ ഇരുത്തിയിട്ടും സുജൂദ് ചെയ്തിട്ടും കിടത്തിയിട്ടും ഒക്കെ കൊടുക്കാൻ, ബാർബിക്യൂ ചെയ്തിട്ട്. എന്തിന്? ഞെട്ടിക്കാൻ. മുഴുവൻ വരുന്ന കൊളസ്ട്രോൾ ഉള്ളവരെ നാട്ടിലും മൊത്തം ഈ കല്യാണത്തിന് ഇറങ്ങിയ കൊളസ്ട്രോൾ വരൂലേ, ഉറപ്പന്നല്ലേ എന്ന് സൽക്കാരം. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി വേസ്റ്റാക്കി കളയാൻ. അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ആ ഒരു ദിവസത്തെ സംബന്ധിച്ച് ഓർത്തിട്ട് ചെയ്തോളൂ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, 3 കാരക്ക കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. എന്റെ ഉമ്മയും 2 കുട്ടികളുമാണുള്ളത്, അവർക്ക് കൊടുക്കാലോ. ഞാൻ 3 കാരക്ക ഉമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. 1 ഉമ്മാക്കെടുത്തു, 2 കാരക്ക 2 പെൺകുട്ടികൾക്ക്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ഈ രംഗം വല്ലാത്ത ഗൗരവത്തിലാണ് വീക്ഷിച്ചത്. ആയിഷ ബീവി പറയാണ്, ഞാൻ നോക്കുമ്പോൾ ആ 2 പെൺകുട്ടികളും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് 2 കാരക്കയും പെട്ടെന്ന് തിന്നു. 2ഉം ഓരോരുത്തർക്കും 1 കിട്ടിയുള്ളൂ. ഓരോ പെൺകുട്ടിയും ഓരോന്ന് പെട്ടെന്ന് തിന്നു. ഒരു കാക്കയും ഉമ്മയുടെ വായിലേക്ക് പോകാൻ പോകുന്നു. ഉമ്മ അത് വായയിലേക്ക് ഉയർത്തിയപ്പോഴേക്കും ഓരോ പെൺകുട്ടിയും പറഞ്ഞു, ഉമ്മ അതെനിക്ക് വേണം, അതെനിക്ക് വേണം, എന്റെ വിശപ്പ് തീർന്നിട്ടില്ല. 3 ദിവസമായി തിന്നാത്ത ഉമ്മ, 3 ദിവസമായി തിന്നിട്ടില്ലാത്ത മക്കള്, അവർക്ക് 3 കാരക്ക കിട്ടിയിട്ട് ഓരോ കാരക്ക തിന്ന മക്കൾ ഉമ്മയുടെ ഒരു കാരയെ നോക്കി അത് ഉമ്മ തിന്നേണ്ടതാണ്, ഉമ്മ ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വായയിലേക്ക് കൊണ്ടുപോയിരുന്ന ആ ഉമ്മ അത് താഴെടുത്ത് 2 കഷ്ണമാക്കി, ഒരു പകുതി ഒരു മോൾക്കും മറ്റൊരു മോൾക്കും കൊടുക്കുന്ന നബിയേ. ഫഅജബനി ഹനാനുഹാ, ആ ഉമ്മ കാണിച്ച സ്നേഹം എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. നബി പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് ഈ വിവരം വിവരിച്ചു കൊടുത്തപ്പോ നബി തങ്ങളുടെ മറുപടി വന്നു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന വഅതഖഹാ ബിഹാ മിനൻ നാർ. കാരക്ക 2 ചീളാക്കി 2 ഭാഗമാക്കി പാതിയാക്കി തന്റെ പ്രിയപ്പെട്ട 2 മക്കൾക്ക് കൊടുത്തതിന്റെ ഫലമായി ഈ പെണ്ണിന് അല്ലാഹു നരകമോചനം കൊടുത്തിട്ടുണ്ട്. ആയിഷ ഇത് കാരണം അല്ലാഹു അവർക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. സഹോദരന്മാരെ, ഭാര്യമാരുള്ളവർ, കല്യാണം കഴിഞ്ഞവർ, കുഞ്ഞിന് അസുഖമാകുമ്പോ, കുഞ്ഞിന് പനി പിടിക്കുമ്പോ, കുഞ്ഞിന് ഉറങ്ങാൻ പറ്റാതെ വരുമ്പോ, തിരിഞ്ഞും മറിഞ്ഞും നിങ്ങൾക്ക് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഉറങ്ങാൻ കഴിയാതെ വരുമ്പോ തൊട്ടടുത്ത റൂമിലേക്കോ ലോബിയിലേക്കോ കൊറിഡോറിലേക്കോ പോയിട്ട്, അല്ലെങ്കിൽ വേറെ ബെഡ്റൂം നോക്കിപ്പോയിട്ട് ഞാൻ സ്വസ്ഥമായി ഉറങ്ങട്ടെ, നീ കുഞ്ഞിനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഉമ്മയെയും കുഞ്ഞിനെയും ഒരു മുറിയിലാക്കി പോകുമ്പോ, ചെറുപ്പക്കാരാ, നീ ആലോചിക്കുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഒരു വാത്സല്യമാണ് നിന്റെ ഭാര്യ നിന്റെ കുഞ്ഞിനോട് കാണിക്കുന്നത്. ആ ഭാഗ്യം നിനക്ക് കിട്ടിയില്ലല്ലോ. ഉമ്മമാർ ചെയ്യുന്ന ഈ ത്യാഗത്തിന് പകരമായിരിക്കണം അവരുടെ കാലിൻ താഴെ സ്വർഗം ഉണ്ട് എന്ന് മുത്തനബി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.